എല്ലാവർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th മാത്സിലെ ചാപ്റ്റർ 11 ജിയോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററാണ് കേട്ടോ. അതിലെ പേജ് നമ്പർ 236 മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അത് ABCD എന്ന് പറഞ്ഞിട്ട് ABCD പറയുന്ന ഓരോ പോയിന്റുകൾ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. A 1 3 8 6 B 8 6 C 12 13 D 5 10 എന്നീ ഇവ കോർണറായിട്ട് വരുന്ന ABCD എന്ന കോർഡിനേറ്റർ അത് ചതുർഭുജം വരച്ചിട്ട് അത് ഒരു ABCD ഒരു പാരലോഗ്രാം ആണെന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ABCD പറഞ്ഞിട്ട് എന്തൊക്കെ തന്നത് ചോദ്യത്തിൽ A 1 3 B കോർഡിനേറ്റ് തന്നത് 8 6 C 12 13 പിന്നെ D 5 10 ഇങ്ങനെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു കോർഡിനേറ്റ് വരച്ചിട്ട് അത് പാരലോഗ്രാം ആണെന്ന് തെളിയിക്കാനാണ് ചോദ്യത്തിലുള്ളത്. അപ്പോൾ നമ്മളൊരു കോർഡിനേറ്റർ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിനെ പേര് കൊടുക്കാം. A ഓർഡറിൽ പേര് കൊടുക്കുക. ABCD A 1 3 ഇവിടെ 1 3 B 8 6 6 12 13 5 10 5 10 ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പേജ് നമ്പർ 236 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് ഈ കോർഡിനേറ്റർ ഒരു പാരലോഗ്രാം ആണെന്ന് പറയണമെങ്കിൽ നമുക്കിതിൻ്റെ ഡയഗണലിൻ്റെ ബൈസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് ഡയഗണലിൻ്റെ മിഡ് പോയിന്റ് രണ്ട് ഡയഗണലിൻ്റെയും മിഡ് പോയിന്റ് കണ്ടാൽ മതി അല്ലേ. അത് ഈക്വലായ നമുക്ക് പറയാൻ പറ്റും ഇത് എന്താണ്, ഇതൊരു പാരലോഗ്രാം ആണെന്ന്. അപ്പോൾ നമുക്കൊരു മിഡ് പോയിന്റ് ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 5 10 ഇവിടെ അതായത് ഇത് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം പാരലോഗ്രാമിൻ്റെ ഡയഗണൽ എന്താണ്, ബൈസെക്റ്റ് ആണ്. ബൈസെക്റ്റ് ഈച്ച് അതർ, അതായത് ഈ ഡയഗണലും അതായത് ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം, ഓരോന്നിൻ്റെയും കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം AC കണ്ടുപിടിക്കുക അല്ലേ. AC അതായത് മിഡ് പോയിന്റ് ഓഫ് AC കണ്ടുപിടിക്കുക. മിഡ് പോയിന്റ് ഓഫ് AC ACയുടെ മിഡ് പോയിന്റ് എന്താണ്, അതായത് x1 + x2/2. അപ്പോൾ x കോർഡിനേറ്റും പിന്നെ y1 + y2/2. അപ്പോൾ നമുക്ക് y കോർഡിനേറ്റും കിട്ടും. ഇനി x1 എന്ന് പറയുന്നത് 1 + x2/2. ഇനി ഇവിടെ 3 + y2. അപ്പോൾ 13/2 16/2. 13/2 എന്ന് പറഞ്ഞാൽ 6.5 എന്നും പിന്നെ 2 16. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ്, അതായത് ACയുടെ മിഡ് പോയിന്റ് 6.5 ആൻഡ് 8 എന്ന് കിട്ടും. നമുക്ക് BDയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഇത് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു പാരലോഗ്രാം ആണെന്ന് അല്ലേ. അപ്പോൾ BDയുടെ മിഡ് പോയിന്റ് ഓഫ് BD ആണ് കേട്ടോ. അപ്പോൾ BD 8 6 5 5 10 അല്ലേ. 8 6 5 10. അപ്പോൾ 8 + 5/2 പിന്നെ 6 + 10/2. 8 + 5 13 13/2 പിന്നെ 16/2. 13/2 6.5 16/2 8. ഇതാ ഇവിടെയും കോർഡിനേറ്റ് ഒന്നാണ്. ഈ ഡയഗണലിൻ്റെ മിഡ് പോയിന്റും ഈ ഡയഗണലിൻ്റെ മിഡ് പോയിന്റും ഈക്വലാണ്. 6.58. ഇവിടെ അതെ 6.58. അതുകൊണ്ട് ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഈസ് എ പാരലോഗ്രാം, ഇതൊരു സാമാന്തരികമാണെന്ന് പറയാൻ പറ്റും.
നമുക്ക് അതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് കോർഡിനേറ്റ് 3 തന്നിട്ടുണ്ട്. 3, 5, 9. 3 കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഇത് വെച്ച് ഇത് പോയിൻ്റായിട്ട് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിളാണ് അഥവാ സമപാർശ്വ ത്രികോണമാണെന്ന് തെളിയിക്കാനും പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കാദ്യം ഇതിന് പേര് കൊടുക്കാം. ഈ ട്രയാങ്കിളിന് ABC. ഇനി ഇവിടുന്ന് 3, 5, ഓരോ പോയിൻ്റ് 9, 3, 10, 6. ഇനി നമുക്കറിയാം ഐസോസിലസ് ട്രയാങ്കിൾ ആവണമെങ്കിൽ എന്താണ്, 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കണം അല്ലേ. ഇതിലേതെങ്കിലും 2 വശങ്ങൾ ഈക്വൽ ആയാൽ നമുക്ക് പറയാം ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അഥവാ സമപാർശ്വ ത്രികോണമാണെന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്താണ്, ആദ്യം AB ഡിസ്റ്റൻസ് കാണണം, പിന്നെ BC പിന്നെ AC ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഏതെങ്കിലും 2 വശം ഈക്വൽ ആയിട്ട് കിട്ടിയാൽ പറയാൻ പറ്റും ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം AB ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. AB ആയിട്ട്, അതായത് കോർഡിനേറ്റ് ആയിട്ട് 3, 5 ഉണ്ട്, പിന്നെ ഇവിടെ ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ എന്താണ്, √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇക്വേഷന് കൊടുക്കുകയാണെ ഇവിടെ x2 9 അല്ലേ, 9 - x1 3 ഹോൾ സ്ക്വയർ പ്ലസ് y2 13 - 5 ഹോൾ സ്ക്വയർ. അപ്പോൾ √(9 - 3) 6 സ്ക്വയർ പ്ലസ് 13 - 5 8 സ്ക്വയർ. നമുക്ക് 6 സ്ക്വയർ 36 പ്ലസ് 8 സ്ക്വയർ 8 8 64. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 100 √100 അതായത് 10 സെൻറ്റിമീറ്റർ. നമുക്ക് ഈ ലെങ്ത്ത് കിട്ടി എത്രയുടെ 10 സെൻറ്റിമീറ്റർ കിട്ടി. നമുക്ക് AC BC കണ്ടുപിടിക്കാം. BCയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ BCയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, BCയുടെ കോർഡിനേറ്റ് 9, 13 ഉണ്ട്, പിന്നെ 10, 6. അതേപോലെ നമ്മൾ ഇക്വേഷൻ എഴുതുക, കണ്ടുപിടിക്കാനുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10 x2 10 അല്ലേ, 10 മൈനസ് 9 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 13 ഹോൾ സ്ക്വയർ. ഇനി 10 9 പോയാൽ ബാക്കി 1 സ്ക്വയർ പ്ലസ് 13 6 പോയാൽ ബാക്കി -7 ഹോൾ സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ 1 49, 7 സ്ക്വയർ 49. അപ്പോൾ നമുക്ക് √15. ഇതിനെ നമുക്ക് √15 നമുക്ക് ഒന്ന് വേണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ √15 തന്നെ എഴുതി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും കൂടെ ചെറുതാക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം, 25 × 2 ആണല്ലേ നമുക്ക്. അപ്പോൾ 5√2 വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ √15 എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി അടുത്തത് AC കണ്ടുപിടിക്കാം. ACയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. AC = എന്താണ്, ACയുടെ കോർഡിനേറ്റ് എന്താ വരിക, 3, 5, 10, 6. അപ്പോൾ ഇതേപോലെ ഇക്വേഷൻ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ x2 - x1
ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് ആണ്. പിന്നെ നമ്മളിതിലേക്ക് 10 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 6 മൈനസ് 5 ഹോൾ സ്ക്വയർ. ഇനി 3 ബാക്കി 7 സ്ക്വയർ പ്ലസ് 6 മൈനസ് 5 1 സ്ക്വയർ. അതായത് 7 49 പ്ലസ് 1 നമുക്ക് റൂട്ട് 50 കിട്ടും. അതായത് ഇവിടെ റൂട്ട് 50 ഇതിനെ ചെറുതാക്കുമ്പോൾ നമുക്ക് 5√2 എഴുതാൻ പറ്റും. അപ്പോൾ രണ്ട് വാല്യൂ എന്താണ് ഇവിടെ ഈക്വലാണ്. അതായത് ഇതിൻ്റെ ലെങ്ത്ത് അപ്പോൾ എന്താണ് കിട്ടുക അവിടെ റൂട്ട് 50 അല്ലേ, റൂട്ട് 50. ഇവിടെ നമുക്ക് എന്ത് കിട്ടും റൂട്ട് 50. അതായത് രണ്ട് വശങ്ങൾ ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തേൻ്റെ ആൻസർ ആയത് എന്താണ് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സമപാർശ്വ ത്രികോണമാണ്. ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഏരിയ കാണാൻ ഇക്വേഷൻ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്താണ് ഹാഫ് BH. ഇവിടെ ബേസ് ഉണ്ട് 10 പക്ഷേ ഹൈറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് ഇതിലേക്ക് വരക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതായത് ഈ ഭാഗത്ത് കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ ഈ മിഡ് പോയിന്റിൽ കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൻ്റെ അതായത് ഇതിനൊരു D എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ CD ലെങ്ത്ത് കണ്ടുപിടിച്ചാൽ മതി. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഹൈറ്റ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ AB മിഡ് പോയിന്റ് കാണാം. AB മിഡ് പോയിന്റ് ഓഫ് AB അല്ലേ. AB മിഡ് പോയിന്റ് ഇങ്ങനെ അതായത് x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. ഇതിൽ 3 പ്ലസ് ഇവിടെ 9/2 പിന്നെ 13 പ്ലസ് 5/2 3 പ്ലസ് 9 12/2 നമുക്ക് 6 13 പ്ലസ് 5 18/2 അതായത് 12/2 6 18/2 9. അപ്പോൾ 6 9 എന്ന് പറയുന്ന ഒരു മിഡ് പോയിന്റ്. അപ്പോൾ ഇവിടെ 6 9 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 6 9 എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ മിഡ് പോയിന്റ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഈ CD എന്ത് കണ്ടാൽ മതി ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കിട്ടും. അപ്പോൾ CD ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ CD കോർഡിനേറ്റ് എന്തൊക്കെ വരിക എന്ന് ആദ്യം എഴുതി കൊടുക്കാം. CD കോർഡിനേറ്റ് 10 6 പിന്നെ ഇപ്പോൾ കണ്ടുപിടിച്ച 6 9 അല്ലേ. അപ്പോൾ അതെടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് ഇക്വേഷൻ എന്താണ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ x2 ഇവിടെ 6 മൈനസ് 10 ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് 6 ഹോൾ സ്ക്വയർ 6 മൈനസ് 10 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് 9 മൈനസ് 6 3 സ്ക്വയർ 4 റൂട്ട് മൈനസ് 4 സ്ക്വയർ 4 16 2 മൈനസ് ഇതിനോട് 10 വെറും പോസിറ്റീവ് 16 പ്ലസ് 3 9 16 പ്ലസ് 9 സമം 25. നമുക്കിവിടെ 25 റൂട്ട് 25 ഹൈറ്റ് എത്ര കിട്ടും 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നമുക്ക് ഹൈറ്റായിട്ട് എത്ര കിട്ടും 5
കിട്ടും, 5 സെൻറ്റിമീറ്റർ കിട്ടും. നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ സമം ഹാഫ് ബി എച്ച് അല്ലേ? ഏരിയ സമം ഹാഫ് ബി എച്ച്. ബി ബേസ് 10 അപ്പോൾ അത് കൊടുക്കാം. ഹാഫ് ഇൻറ്റു ബി 10 ഇൻറ്റു ഹൈറ്റാണ് ഇപ്പോൾ കണ്ടുപിടിച്ച 5. അപ്പോൾ 10 2 5 പ്രാവശ്യം 5 ഇൻറ്റു 5 25 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ SQCM ഏരിയ 25. അപ്പോൾ ഇതിലെ ഈ പേജ് നമ്പർ 236 3ഉം 4ഉം ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.